നമസ്കാരം. ശനിമാറ്റം 2025 മാർച്ച് 29 ശനി രാശി മാറുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് 7.5 ശനിയാണ് തുടങ്ങുന്നത്. തൻ്റെ ജീവിതത്തിലെ 7.5 വർഷമാണ് ഈ ദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ ശനി ദോഷത്തിൻ്റെ ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും അതുപോലെ തന്നെ താഴ്ചകളും വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം വളരെ സീരിയസ് ആയി തന്നെ നേരത്തെ മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2.5 വർഷ കാലഘട്ടം ശനി തൻ്റെ ജന്മരാശിയുടെ 12ാം രാശിയിലും തുടർന്നുള്ള 2.5 വർഷ കാലഘട്ടം ജന്മരാശിയിലും തുടർന്ന് 2ാം രാശിയിലുമാണ്. ഇങ്ങനെ 2.5 വർഷം വച്ച് 7.5 വർഷമാണ് ശനിദോഷം നിങ്ങൾക്കുണ്ടാകുന്നത്. 7.5 ശനിയാണ് ബാധിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ 2.5 വർഷ കാലഘട്ടം ശനി ഇന്ന് 12ാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സർപ്പിച്ച് അത് ഒരുപാട് കഠിനാധ്വാനത്തോടു കൂടി പല കാര്യങ്ങൾ ചെയ്യും എന്നുണ്ടെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി വരുന്നു, അതിന് തൃപ്തരില്ലാതെ, അത് നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഒരു സ്നേഹം കിട്ടാതെ വരുന്നു, നമുക്ക് അതിനുള്ള അംഗീകാരം കിട്ടാതെ വരുന്നു. അങ്ങനെ ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം കൂടുതലും കർമ്മരംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മടിയും അലസതയും ഉണ്ടാകും. പരീക്ഷയിൽ നമ്മൾ എത്ര തന്നെ ആത്മാർത്ഥമായി പഠിച്ച് പരീക്ഷ എഴുതിയാലും നമുക്ക് എഴുതിയിട്ട് നമ്മൾ വന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു 95% മാർക്ക് കിട്ടുമ്പോൾ അത്രയ്ക്ക് എളുപ്പമായിരുന്നു എഴുതിയെന്ന് പറയും. എന്നാൽ റിസൾട്ട് വരുമ്പോഴേക്കും 75% മാർക്കേ കാണുകയുള്ളൂ. അങ്ങനെ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ നിന്നും പുറകിലോട്ട് പോവുക, കൂടുതൽ, എന്ത് കാര്യമായാലും നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാലയളവിൽ ഈ ഒരു 2.5 വർഷ കാലഘട്ടം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇതിനുള്ള പരിഹാരം എന്ന വണ്ണം നിങ്ങളുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ദേവക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതത്തോടു കൂടി, അതായത് നോൺ വെജെല്ലാം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് വ്രതത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും നീരാഞ്ജനം അർപ്പിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ശനിദോഷത്തിനൊരു മാറ്റം തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.